നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഏക ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ പറന്നിറങ്ങിയത്. രാജ്യം വളരെ ആഘോഷത്തോടെയാണ് വാർത്ത കണ്ടത്. അതുപോലെ വലിയൊരു ചരിത്ര നിമിഷം കൂടിയായിരുന്നു ആ ഡോക്കിംഗ്. 28 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും 3 സഹസഞ്ചാരികളും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർത്തത്. പുതിയ അതിഥികളെ നിലയത്തിലെ മറ്റ് 7 അന്തേവാസികൾ ആഘോഷപൂർവ്വം വരവേറ്റു. ശുഭാംശു ഉൾപ്പെടെ ആക്സിയം 4 ദൗത്യത്തിലെ 4 പേരും ഇനി 14 ദിവസം തങ്ങുന്നത് അവിടെയാണ്. ഒപ്പം 60ഓളം പരീക്ഷണങ്ങളും നടത്തുമെന്നും അറിയിച്ചു. ഇപ്പോഴത്തെ ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യാത്ര എന്റേത് മാത്രമല്ല, ദേശത്തിന്റേത് കൂടിയാണെന്നും പുതിയ യുഗത്തിൽ തുടക്കമാണെന്നും ശുഭാംശു ശുക്ല വ്യക്തമാക്കി. ബഹിരാകാശത്ത് ആദ്യം എത്തിയപ്പോൾ ഭൂമിയെ ആദ്യമായി പുറത്തുനിന്ന് കണ്ടു. ഭൂമിയുടെ ഏത് ഭാഗത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന മോദിയുടെ ചോദ്യത്തിന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലെന്നും അല്പസമയത്തിനകം പുറത്തേക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടിയായി പറഞ്ഞത്. അന്തരീക്ഷത്തിൽ ഇത്രയും വിശാലത കാണുമ്പോൾ എന്ത് തോന്നുന്നുവെന്ന് മോദി ചോദിച്ചു. മാപ്പിൽ കാണുന്ന പോലെ അതിർത്തികളൊന്നും കാണാനില്ലെന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടി. ഭാരതം ഇവിടെ നിന്ന് വളരെ മനോഹരമാണ്. ഭൂമിയുടെ ഏകതയാണ് ദൃശ്യമാകുന്നത്. വൈവിധ്യത്തിൽ ഏകത എന്ന ഭാരതത്തിന്റെ ചിന്തയാണ് ഇവിടെയും വ്യക്തമാകുന്നത്. അവിടെ കാര്യങ്ങൾ എത്രത്തോളം വ്യത്യാസമാണെന്ന മോദിയുടെ ചോദ്യത്തിന് എല്ലാം വ്യത്യസ്തമാണെന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടി. ഉറക്കം വലിയ വെല്ലുവിളിയാണ്. ഭക്ഷണം കഴിക്കുന്നതിലടക്കം വ്യത്യാസമുണ്ട്. പരിശീലനം ലഭിച്ചത് ഗുണം ചെയ്യുന്നു. ധ്യാനത്തിന്റെയും മൈൻഡ് ഫുൾനെസിന്റെയും ഗുണം ഇവിടെ ലഭിക്കുന്നുണ്ട്. വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നു. നല്ല തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ വലിയ സഹായകമാകുന്നു. ഇപ്പോൾ ബഹിരാകാശത്ത് എന്ത് പരീക്ഷണമാണ് നടത്തുന്നതെന്ന മോദിയുടെ ചോദ്യത്തിന് ശുഭാംശു വിശദീകരണം നൽകി. പല പ്രത്യേക പരീക്ഷണങ്ങളും ബഹിരാകാശ നിലയത്തിൽ ഡിസൈൻ ചെയ്യുന്നു. സ്റ്റം സെല്ലുകളെ സംബന്ധിച്ച പരീക്ഷണമാണ് ആദ്യം നടത്തുന്നത്. മൈക്രോ ലെവലിലാണ് രണ്ടാമത്തെ പരീക്ഷണം. ചന്ദ്രയാന്റെ വിജയത്തിന് ശേഷം യുവജനങ്ങളുടെ പ്രതീക്ഷ വലിയ രീതിയിൽ വർദ്ധിച്ചു. ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചു. ഭാവി പരീക്ഷണങ്ങൾക്കും ഇത് വലിയ പ്രചോദനമാകും. യുവാക്കൾക്ക് എന്ത് സന്ദേശം നൽകുന്നുവെന്ന മോദിയുടെ ചോദ്യത്തിന് വലിയ സ്വപ്നങ്ങൾ കാണണമെന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടി. വിജയങ്ങളിലേക്ക് ഒരു വഴി മാത്രമല്ല, പല വഴികളുണ്ട്. പരിശ്രമം അവസാനിപ്പിക്കരുതെന്നും ശുഭാംശുവിന്റെ മറുപടി നൽകി. രാജ്യം ശുഭാംശുവിനെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് മോദി മറുപടി നൽകി. ഗഗൻയാന്റെ സ്വന്തം സ്പേസ് സ്റ്റേഷനെ ചന്ദ്രനിലേക്കുള്ള പദ്ധതികൾ എല്ലാത്തിലും ശുഭാംശുവിന്റെ അനുഭവങ്ങൾ മുതൽക്കൂട്ടാകുമെന്നും മോദി മറുപടി നൽകി. ഈ അനുഭവങ്ങൾ വലിയ പാഠമാണെന്നും എല്ലാ ഭാവി പരീക്ഷണങ്ങളിലും സഹായിക്കുമെന്നും ശുഭാംശു മറുപടി നൽകുകയും ചെയ്തു. ബഹിരാകാശത്തേക്ക് കാരറ്റ് ഹൽവയും മാമ്പഴ ജ്യൂസും അടക്കം കൊണ്ടുവന്നതായി വെളിപ്പെടുത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംഭാഷണത്തിലാണ് ശുക്ല ഇക്കാര്യം പറഞ്ഞത്. പരമ്പരാഗത ഇന്ത്യൻ മധുര പലഹാരങ്ങൾ ബഹിരാകാശ യാത്രികർക്ക് നൽകി സത്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 140 കോടി ഇന്ത്യക്കാരുടെ വികാരങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ ഇന്ത്യക്കാരന്റെയും ആവേശം, അഭിമാനം, പ്രതീക്ഷകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ദേശീയ പതാക ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും നിങ്ങളുടെ ദൗത്യത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സമയം വൈകിട്ട് 4 ഇവർ സഞ്ചരിച്ച സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം നിലയത്തിൽ ഹാർമണി സെനിത് കവാടവുമായി ഡോക്കിംഗ് പൂർത്തിയായത്. പേടകത്തെ ബഹിരാകാശ നിലയവുമായി 12 ഹുക്കുകളാൽ ബന്ധിപ്പിച്ചു. തുടർന്ന് ആശയവിനിമയത്തിനും ഊർജ കൈമാറ്റത്തിനുമുള്ള സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാക്കി. 1.25 മണിക്കൂറിന് ശേഷം 6:10 യാത്രികർ നിലയത്തിലേക്ക് കയറിയത്. രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ പേടകമാണ് ഡ്രാഗൺ ക്രൂ മൊഡ്യൂൾ. യാത്രികർ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു വിക്ഷേപണം. എന്നാൽ യാത്രക്കിടെ പേടകത്തിനുള്ളിൽ യാത്രികർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനാകുമായിരുന്നു. യാത്രാമധ്യേ ബിഗ് ലൂപ്പ് എന്ന നാസയുടെ ആശയവിനിമയ സംവിധാനം തകരാറിലായപ്പോൾ യാത്രികർ തന്നെ അത് പരിഹരിച്ചു. പേടകത്തിനുള്ളിൽ തെന്നി നീങ്ങിയാണ് ഇത് സാധിച്ചത്. വിക്ഷേപണത്തിന് ശേഷം യുഎസിലെ ഹൂസ്റ്റണിലുള്ള മിഷൻ കൺട്രോൾ സെന്ററാണ് യാത്ര നിയന്ത്രിച്ചത്. ആക്സിയം 4 ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റായ ശുക്ല 1984 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തോടൊപ്പം യുഎസിലെ മിഷൻ കമാൻഡർ പെഗി വിറ്റ്സൺ, പോളണ്ടിൽ നിന്നുള്ള മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ
സാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരുമുണ്ട്. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ബുധനാഴ്ചയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആക്സിയം 4 വിക്ഷേപിച്ചത്. സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം 28 മണിക്കൂർ യാത്ര പൂർത്തിയാക്കി ISSന്റെ ഹാർമണി മൊഡ്യൂളിൽ ഡോക്കിംഗ് നടപ്പിലാക്കി. മിഷൻ പൈലറ്റായി സേവനമനുഷ്ഠിക്കുന്ന ശുക്ലയ്ക്കൊപ്പം അമേരിക്കയിലെ മിഷൻ കമാൻഡ് ആണ് കൂടെയുള്ളത്. 1984 രാകേഷ് ശർമ്മയുടെ പൈനിയറിംഗ് ദൗത്യത്തിലെ 41 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യ ബഹിരാകാശ യാത്രയിലേക്കുള്ള ഇന്ത്യയുടെ വിജയകരമായ തിരിച്ചുവരവാണ് ഈ നാഴികക്കല്ല് അടയാളപ്പെടുത്തിയത്. സ്വാഗത പ്രസംഗത്തിൽ ശുക്ല തന്റെ അനുഭവം വിവരിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് എളുപ്പമാണെന്ന് തോന്നിയെങ്കിലും തലയ്ക്ക് അല്പം ഭാരം അനുഭവപ്പെട്ടു. ഔദ്യോഗികമായി ബഹിരാകാശ യാത്രികനായി 634 നമ്പർ സ്ഥാനത്തേക്ക് സ്പേസ് സ്റ്റേഷൻ പിൻ ലഭിച്ച ശുക്ല അടുത്ത 2 ആഴ്ച ആവേശകരമാകുമെന്നും പറഞ്ഞു. 28 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും 3 സഹസഞ്ചാരികളും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പുതിയ അതിഥികളെ നിലയത്തിലെ മറ്റ് 7 അന്തേവാസികൾ ആഘോഷപൂർവ്വം വരവേറ്റു. ശുഭാംശു ഉൾപ്പെടെ ആക്സിയം 4 ദൗത്യത്തിലെ 4 പേരും ഇനി 14 ദിവസം തങ്ങുന്നത് ഇവിടെ. ഒപ്പം 60ഓളം പരീക്ഷണങ്ങളും നടത്തും. ആക്സിയം 4 ദൗത്യത്തിന്റെ കമാൻഡറായ പിഗി വെറ്റ്സൺ ആണ് ആദ്യം പ്രവേശിച്ചത്. തൊട്ടു പിന്നാലെ ശുഭാംശു കയറിയതോടെ ബഹിരാകാശ നിലയത്തിലെ ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം പിറന്നു. സ്ലാവോസ് വിസ്നോസ്കി, ടിബോർ കാപ്പു എന്നിവരും പിന്നാലെ കയറി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമയം വൈകിട്ട് 4ഓടെയാണ് ഇവർ സഞ്ചരിച്ച സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം നിലയത്തിന്റെ ഹാർമണി സെനീത് കവാടവുമായി ബന്ധിപ്പിച്ചത്. 4:15 ഡോക്കിംഗ് പൂർത്തിയായി. പേടകത്തെ ബഹിരാകാശ നിലയവുമായി 12 ഹുക്കുകളാൽ ബന്ധിച്ചു. തുടർന്ന് ആശയവിനിമയത്തിനും ഊർജ്ജ കൈമാറ്റത്തിനുമുള്ള സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാക്കി. 1.25 മണിക്കൂറിന് ശേഷം 6:10 യാത്രികർ നിലയത്തിലേക്ക് കയറി. രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ പേടകമാണ് ഡ്രാഗൺ ക്രൂ മൊഡ്യൂൾ. യാത്രികർ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു വിക്ഷേപണം. എന്നാൽ യാത്രക്കിടെ പേടകത്തിനുള്ളിൽ യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനാകുമായിരുന്നു. യാത്രാമധ്യേ ബിഗ് ഗ്രൂപ്പ് എന്ന നാസയുടെ ആശയവിനിമയ സംവിധാനം തകരാറിലായപ്പോൾ യാത്രികർ തന്നെ അത് പരിഹരിച്ചു. പേടകത്തിനുള്ളിൽ തെന്നി നീങ്ങിയാണ് ഇത് സാധിച്ചത്. വിക്ഷേപണ ശേഷം US ഹൂസ്റ്റണിലുള്ള മിഷൻ കൺട്രോൾ സെന്ററിലെയാണ് യാത്ര നിയന്ത്രിച്ചത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാംശുവിന്റെ ഗൃഹപ്രവേശം അദ്ദേഹത്തിന്റെ നാടായ ലക്നൌവിനും ആഘോഷമായി. അച്ഛൻ ശംഭു ദയാൽ ശുക്ല, അമ്മ ആശ ശുക്ല, മറ്റു ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പഴയ അധ്യാപകർ തുടങ്ങിയവർ ശുഭാംശു പഠിച്ചിരുന്ന സിറ്റി മോണ്ടിസോറി സ്കൂൾ ഒത്തുകൂടിയിരുന്നു. ഡോക്കിംഗ് പൂർത്തിയായതോടെ എല്ലാവരും ഹർഷാരവം മുഴക്കി. 1984 രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുന്നത്. ബഹിരാകാശത്തെത്തുന്ന 634ാമത്തെ ആളുമാണ് ശുഭാംശു. ഇവിടെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഞാൻ. നടക്കാൻ പഠിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പരിശീലിക്കുന്നു, ഗുരുത്വാകർഷണം ഇല്ലാത്തടത്ത് ജീവിക്കാൻ പഠിക്കുന്നു. ആദ്യ ചുവടുവയ്പ്പുകളിലെ പിഴവുകൾ പോലും ഞങ്ങൾ പരസ്പരം ആസ്വദിക്കുന്നു. ഞാൻ ഒരുപാട് ഉറങ്ങുന്നുണ്ടെന്നാണ് സഹയാത്രികർ പറയുന്നത്. ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണിത്.